നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഒരുപാട് എഡിറ്റിംഗ് സൗകര്യങ്ങളുണ്ട്. അതായത് പല ആളുകളും ധരിക്കുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രമേ വലിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ വിശദമായിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങും ഓഡിയോ എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങിന് ഒരുപാട് സൗകര്യങ്ങളുണ്ടെങ്കിലും ഓഡിയോ എഡിറ്റിങ്ങിന് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ ഫോണിൽ ലഭ്യമല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ എഡിറ്റിങ്ങും ഓഡിയോ എഡിറ്റിങ്ങും ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമ്മുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ ആഡ് ചെയ്യാനും അത് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യാനും മറ്റു ഓഡിയോകൾ മെർജ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സെറ്റിങ്സുകളുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സൗകര്യമൊന്നും നമ്മുടെ മൊബൈൽ ഫോണിലില്ല. നമുക്ക് ചെറിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനാണെങ്കിലും ഓഡിയോ എഡിറ്റിങ്ങിനാണെങ്കിലും ഒക്കെ നമുക്ക് ആപ്പ് വേണം. ആപ്പില്ലാതെ നമുക്ക് ഫോട്ടോ വീഡിയോ ഓഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഡ്രിംബർ എന്നുള്ള ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം 1-2 ഇൻ്റർഫേസൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ബാക്ക് അടിച്ച് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ മുകളിൽ നമുക്ക് ഓഡിയോ എഡിറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഓഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മുകളിൽ തന്നെ നമുക്ക് ഓഡിയോ എഡിറ്റിംഗ് ആണുള്ളത്. താഴെ ഭാഗത്ത് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. അതിന് താഴെ നമുക്ക് ഇമേജ് എഡിറ്റിംഗ് ഉണ്ട്. ഇനി ഇവിടെ മോർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് നമ്മൾ എഴുതി കൊടുത്തത് നമുക്ക് വായിച്ച് തരുന്ന അത്തരത്തിലുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോക്കകത്ത് പ്രധാനമായിട്ടും ഓഡിയോ എഡിറ്റിംഗ് ആണ് പരിശോധിക്കുന്നത്. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസുകൾ കാണാം. ഏറ്റവും മുകളിൽ ആദ്യം ജോയിൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ജോയിൻ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലുള്ള മ്യൂസിക് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് 2 ഓഡിയോ 3 ഓഡിയോ ഒക്കെ ഒരുമിച്ച് നമുക്ക് ജോയിൻ ചെയ്ത് മെർജ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ജോയിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നമ്മൾ ഓഡിയോസുകളെല്ലാം കാണാൻ സാധിക്കും. നമുക്ക് വാട്സപ്പിൽ വന്ന ഓഡിയോസ് ഉണ്ടാകും, നമ്മുടെ ഫോണിലുള്ള ഓഡിയോസ് ഉണ്ടാകും. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഓഡിയോസിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ 1-2 ഓഡിയോ ഇതുപോലെ നമുക്കിതാ ഒരു ഓഡിയോ ഞാൻ സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഓഡിയോ വേണമെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എത്ര ഓഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഈ ഒരു ചുവന്ന റെഡ് മാർക്കിലുള്ള ഈ അരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫയലിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു പേര് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ്, ലൈവ് ട്വിസ്റ്റ് മീഡിയ എന്ന്. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കാണുന്ന ബോക്സിൽ സേവ് കൊടുത്താൽ ഈ 2 ഓഡിയോ കൂടെ താഴെ കാണുന്ന ഭാഗത്ത് യെസ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ 2 ഓഡിയോ കൂടെ ഒരൊറ്റ ഓഡിയോ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് നമുക്ക് സൗകര്യപ്പെടുത്തി തരും. അതുകൊണ്ട് തന്നെ 3-4 വാട്സപ്പ് വോയിസുകളൊക്കെ നമുക്ക് ഒരൊറ്റ ഓഡിയോ ആക്കി നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇനി അത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക. ഏറ്റവും നല്ല ഗൂഗിൾ ഫയൽസാണ്. ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഓഡിയോ 2 ഓഡിയോ നമ്മൾ മെർജ് ചെയ്ത് ഒറ്റ ഓഡിയോ ആക്കി മാറ്റി. അപ്പോൾ വാട്സപ്പിലൊക്കെ വരുന്ന 2, 3, 4 വോയിസുകളൊക്കെ ഒരൊറ്റ വോയിസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അതുപോലെ കട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതും ഇതുപോലെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓഡിയോ എടുത്ത് ആ ഓഡിയോ ഞാൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തു. പക്ഷേ എവിടെയാണ് എനിക്ക് വേണ്ടതെങ്കിൽ ആ ഭാഗം ഇവിടെ നിന്ന് നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഓഡിയോക്കകത്ത് ഇത്രയും സ്ഥലമാണ് എനിക്ക് വേണ്ടതെങ്കിൽ അതുപോലെ സെലക്ട് ചെയ്ത് ഇവിടെ ഈ കത്രികയുടെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഇവിടെ ഫയൽ എന്നുള്ളിടത്ത് ഈ പേര് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പേര് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഈ ഓഡിയോ നമുക്ക് മറ്റു ഓഡിയോക്കിടയിൽ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ആ ഒരു പേര് സേവ് ചെയ്ത് ഇവിടെ ഈ കത്രികയുടെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കട്ട് ചെയ്ത ആ ഓഡിയോ നമ്മുടെ ഫോണിൽ നമ്മുടെ ഗാലറിയിൽ ഓഡിയോ ഭാഗത്ത് കാണാൻ സാധിക്കും. അതുപോലെ ചില ഓഡിയോകൾ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യില്ല. അത്ര ഓഡിയോകൾ ഇവിടെ കൺവേർട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നൊരു അത്ര ഓഡിയോകൾ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് MP4A AAC OPUS എന്നുള്ള ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്. ഇതിലേക്കൊന്ന് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ഫോൺ ഈ റെഡ് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ആകും. ഇത് മറ്റു ഫോർമാറ്റിലേക്ക് മാറും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഓഡിയോ വർക്ക് ചെയ്യും. ചില ആളുകൾ ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. ആ ഫോണിൽ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള അവസരം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വോയിസിൻ്റെ മധ്യഭാഗത്ത് നിന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, കാരണം വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. അതുപോലെ ഓഡിയോ റിവേഴ്സിലിടാൻ, ഇനി വോളിയം കുറവുള്ള വോയിസ് ഉണ്ടെങ്കിൽ
അത്തരം ഓഡിയോകൾക്ക് വോളിയം കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്പീഡില്ലാത്ത വോയിസ് ആണെങ്കിൽ സ്പീഡ് കൂട്ടി കേൾക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാം ഇതിനകത്ത് സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രയും ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി മികച്ചൊരു ആപ്പ് വേറെ ഇല്ല. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. താഴെ ഭാഗത്ത് വീഡിയോ ഓപ്ഷൻ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ അതേ സൗകര്യം തന്നെയാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.